നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ദീപിക ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും തന്നെ ഇതിനോടകം അതറിഞ്ഞിട്ടുണ്ടാകും. പാലാ പൂവർണിയിലെ ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഞണ്ടുപാറ കുടിലിൽപ്പറമ്പിൽ ജെയ്സൺ തോമസിനെയും കുടുംബത്തെയുമാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തെക്കുറിച്ച് ബാബു ജോസ് എന്ന വ്യക്തി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഞാൻ കണ്ടു. ഈ മരണത്തിൽ നമുക്കും പങ്കുണ്ട് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുള്ളതായി തോന്നി. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഈ മരണത്തിൽ നമുക്ക് പങ്കുണ്ട്. ക്രൈസ്തവ വിശ്വാസം ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഇതുപോലെ ഭാര്യയുടെയും മക്കളുടെയും ജീവനെടുത്ത് ആത്മഹത്യ ചെയ്യാൻ സാധിക്കും? ഈ കൊലപാതകങ്ങളും ആത്മഹത്യയും ഒന്നിനും പരിഹാരമല്ല. എങ്കിലും അയാൾക്ക് ഇതുമാത്രമാണ് പരിഹാരമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അയാൾ ഈ പാതകം ചെയ്തത്. ഇതിന് കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് അറിയുന്നു. മറ്റ് കാരണങ്ങളും ഉണ്ടാകാം. ഉണ്ടെങ്കിൽ അവ പിന്നാലെ വെളിപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ കാലത്ത് അനേകം ക്രൈസ്തവ കുടുംബങ്ങൾ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ അതേപോലെ തന്നെ ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗം അമിതമായ സാമ്പത്തിക ഉന്നതിയിൽ കൂടി ജീവിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിയാതെ ആർഭാടത്തിൽ പോകുന്നവരുമാണ്. അവരുടെ അടുത്തേക്ക് സഹായം ചോദിക്കാൻ പോലും അഭിമാനമുള്ളവർക്ക് തടസ്സമാകും. ജീവിച്ചിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കടമെങ്കിലും കിട്ടാൻ ചോദിച്ചു ചെന്നാൽ പോലും കൊടുക്കുന്നവരല്ല ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. എന്നാൽ യേശു കൽപ്പിച്ചതോ ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ജെയ്സൺ ചെയ്ത ക്രൂരതയെ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. എങ്കിലും ഇതുപോലുള്ള ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം അയാളെ ഈ അവസ്ഥയിൽ എത്തിച്ചു. ചിലർ പലവിധ കെട്ടുകളിൽ കിടക്കുന്നവരാണ്. ഉയരാനാകില്ല. താങ്ങും സഹായവും അവർക്ക് വേണ്ടിവരും. വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതിയും കാഴ്ചയിൽ ആരോഗ്യമുണ്ടെന്ന് തോന്നിയും അവർക്ക് മറ്റു പല രോഗവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവ ആരും അറിയണമെന്നില്ല. ഇവർ ഇടവക പള്ളിയിൽ പോകാതെ അകന്നുപോയവർ ആയിരുന്നോ എന്നും അറിയില്ല. ആരോടും ചോദിക്കാതെ ആരെയും അറിയിക്കാതെ എല്ലാം ഉള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന പ്രകൃതവും ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. എങ്കിലും അയൽപക്കത്തുള്ളവർ നല്ല അയൽക്കാരനാകുന്നത് അവരിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ്. ഏത് സഭയുടെ അംഗങ്ങളായിരുന്നാലും അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്ന് സഹായിക്കുന്ന, നഷ്ടപ്പെട്ട ആടിനെ തേടുന്ന നല്ല ഇടയൻ്റെ കുറവ് ഇതുപോലുള്ള മരണങ്ങൾക്കും കാരണമാണ്. പണ്ടൊക്കെ വീടുകളിൽ ചെന്ന് അന്വേഷിച്ച് ആടുകളെ പള്ളിയിൽ കൊണ്ടുവരുന്ന സാന്ത്വനം നൽകുന്ന പുരോഹിതരും കന്യാസ്ത്രീമാരും ഉണ്ടായിരുന്നു. ഇന്നവർ മറ്റു പല തിരക്കുകളിലുമാണ്. ഭക്തസഭ വിശ്വാസികളാണെങ്കിൽ സമർത്ഥമായി കൊടുക്കുന്നത് പള്ളിക്കും ആചാരത്തിനും തിരുനാളിനുമൊക്കെയാണ്. ഇവർ മക്കളെ പഠിപ്പിക്കാനോ ഭക്ഷണത്തിന് പോലുമോ വക ലഭിക്കാതെ, തൊഴിൽ ലഭിക്കാതെയോ, തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ഒക്കെ ആണെങ്കിലോ അവരിൽ നിന്ന് അകന്നു നിന്ന് സുരക്ഷിതത്വം നേടാൻ വെമ്പുന്ന സമീപനമുള്ളവരാണ് മിക്കവാറും ആളുകൾ. കൂടുതൽ മക്കൾ ഉണ്ടാകുന്ന കുടുംബത്തെ നോക്കി അവഹേളിക്കുന്നവരും വേറെ പണിയില്ലേ എന്ന് ചോദിച്ച് ക്രൂശിക്കുന്നവരും ആയ കുടുംബക്കാരും ബന്ധുക്കളും കുഞ്ഞുങ്ങളെ നിയന്ത്രിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അധികാരികളുമൊക്കെ അവർ നമുക്ക് ബാധ്യതയാകും എന്ന സാമ്പത്തിക സ്വാർത്ഥ ഭയത്തിൽ നിന്നാണ് ഇവ ചെയ്യുന്നത്. എന്നാൽ സത്യത്തിൽ ധനവാന്മാരായി ജീവനെതിരെ നിൽക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം നൽകുന്ന ലാസർമാരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ക്രൈസ്തവരായ നാം ചെയ്യുന്ന പുണ്യങ്ങളുടെ കണക്കുകൾ ഒത്തിരി കേൾക്കാം. എന്നാൽ ഉപേക്ഷിച്ച് കളയുന്ന പുണ്യങ്ങളാണ് ഓരോ വിശ്വാസികളെയും വിധിക്കുന്ന ഉപേക്ഷാപാപം എന്ന അളവുകോൽ. ഇതിൽ ഒത്തിരി പേർ അവരുടെ ആത്മനാശം നേടിയെടുക്കുകയാണ് എന്ന സത്യം പലരെയും അളന്നു കുറിച്ചാണ് ഈ എഴുതുന്നത്. ഒരിക്കൽ ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞത്, പള്ളിയിൽ ഒരു സക്രാരി വാങ്ങണം എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷത്തിന് വേണം വെച്ചാൽ അത് താൻ തരാമെന്ന് പറയുന്ന വിശ്വാസികളാണ് അധികവും. എന്നാൽ ഇവർ സ്വന്തം കൺമുൻപിൽ ജീവിക്കാൻ നിർവാഹമില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന്റെ പണം പോലും കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ് എന്ന്. ഇതല്ലേ ശരിക്കും വിഗ്രഹാരാധന? എനിക്കറിയാം, ക്രിസ്ത്യാനികളിൽ പ്രത്യേകിച്ച് വലിയ കുടുംബങ്ങളിൽ എത്രയോ പേർ നിത്യവൃത്തിക്കും മക്കളെ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടുന്നവർ. വലിയ കുടുംബങ്ങൾ ദൈവകൽപ്പന അനുസരിച്ച് ആശ്രയിച്ചു പോകുന്നവർ ആയതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തിൽ ആശ്രയിച്ച് എങ്ങനെയും തരണം ചെയ്യും. ദൈവത്തിൽ ആശ്രയമുള്ള അവർ പ്രത്യാശയിൽ പിടിച്ചു നിന്ന് നിലനിൽക്കും. തക്ക സമയത്ത് ദൈവം അവരെ അനുഗ്രഹിക്കും. ആ പ്രത്യാശ അവർക്കുണ്ട്. എന്നാൽ അണുകുടുംബങ്ങളാണ് പൊതുവെ ദൈവത്തിൽ ആശ്രയിക്കാനാവാതെ ജീവിക്കുകയും തളർന്നാൽ വീണു പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 3 കൊച്ചുമക്കളുള്ള ഈ കുടുംബത്തെ സഹായിക്കാൻ, കൂടെ നിൽക്കാൻ, അവരെ ശ്രദ്ധിക്കാൻ, അവർക്ക് ആശ്രയമായി സഹായിക്കാൻ ആരും ഒരു നല്ല സമരിയാക്കാരനായി കൂടെ ഇല്ലാതെ പോയല്ലോ കർത്താവെ. ജെയ്സൺ ആരുടെയെങ്കിലും മുന്നിൽ സഹായം ചോദിച്ചോ ഇല്ലയോ, അതോ ചോദിച്ചിട്ട് നിഷേധിക്കപ്പെട്ടോ എന്നറിയില്ല. പള്ളിയിലോ വികാരിയുടെയോ
സഭാ നേതാവിൻ്റെ അടുത്തോ ചോദിച്ചോ ഇല്ലയോ എന്നും അറിയില്ല. അവിടെ നിന്ന് നിഷേധിക്കപ്പെട്ടോ എന്നും അറിയില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞ് ആരും വിലപിച്ചു ചെന്നിട്ടോ സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് കേണിട്ടോ ഇനി കാര്യമില്ല. നല്ല അയൽക്കാരനാകാനാവാതെ സ്വയം മുഖം രക്ഷിക്കാൻ പല കാരണങ്ങളും മെനഞ്ഞെടുത്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ മുന്നിൽ വന്നാലും സഹായിക്കാൻ മനസ്സില്ലാതെ ഒഴിഞ്ഞു മാറുന്നവരും ഇനി മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാമായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിലാക്കുക. ഇതിനെയാണ് ഉപേക്ഷാപാപം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെ, അധികാരികളെ നിങ്ങളെ വേട്ടയാടുന്ന ഉപേക്ഷാപാപം. ആവശ്യക്കാരനെ നിരുപാധികം സഹായിക്കാൻ മനസ്സില്ലാതെ അവരെ നോക്കി, ശരീരം നോക്കി, കുടുംബം നോക്കി, വീട് നോക്കി, അവരുടെ അടിയാധാരം പോലും ചികഞ്ഞു നോക്കി അരിച്ചു പെറുക്കി കണക്കെടുത്ത് വന്ന് മനസ്സില്ലാ മനസ്സോടെ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി സഹായിക്കാൻ നിൽക്കുന്ന സഭാ സഹായ പോരാളികളെയും കാത്തു നിൽക്കാതെ ചിലർ അവരുടെ വഴിക്ക് പോകും. നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ, എവിടെയും കൊട്ടിഘോഷിക്കാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിരുപാധികം സഹായിക്കുന്നതിലെ ദൈവാനുഗ്രഹം ഉണ്ടാകും. ദൈവിക സാദൃശ്യമായ പങ്കുവെക്കൽ, പകുത്തു നൽകൽ ഉണ്ടാകും. ഇങ്ങനെ നൽകുന്നവർ ഉണ്ടെങ്കിലും ഇക്കൂട്ടർ ഇന്ന് സഭയിൽ വിരളമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടിലും കടക്കെണിയിലും പെട്ടവർ ക്രൈസ്തവർ എന്ന നിലയിൽ അവർ അർഹിക്കുന്ന സഹായം ചോദിച്ചു ചെന്നാൽ നിരുപാധികം സഹായിക്കാൻ മനസ്സില്ലാതെ അവരെ ഒഴിവാക്കാനായി വിദ്യാഭ്യാസ വ്യവസായ മേഖലയിലെ കോടികളുടെ നഷ്ടക്കണക്കുകളും ദാരിദ്ര്യവും പറയുന്നത് കേട്ടാൽ കയ്യിലുള്ള വണ്ടിക്കൂലി പോലും അവർക്ക് കൊടുത്തിട്ട് പോരാൻ സാധിക്കാത്തതിനെ ഓർത്ത് സഹായം ചോദിക്കാൻ പോകുന്നവർ സങ്കടപ്പെടും. ജെയ്സന് ജീവിതത്തിൽ ഇതുപോലുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. എങ്കിലും ആരോടും ഒന്നും പറയാതെ അയാൾക്ക് തോന്നിയ ഏക പരിഹാരം കണ്ടെത്തി. ആദിമ ക്രൈസ്തവ സഭയിലെ പോലെ കൂട്ടായ്മയില്ലാതെ സ്വാർത്ഥനായി ജീവിക്കുന്ന ആധുനിക ക്രൈസ്തവ സഭയിലെ അപ്പസ്തോലന്മാരും ഈ കാലത്ത് പല ക്രൈസ്തവ കുടുംബങ്ങളുടെ പേരിൽ ഉപേക്ഷാപാപത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. ഇവർ എന്തൊക്കെ ചെയ്തു എന്നതിന്റെ കണക്ക് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് കൂട്ടിയിട്ട് മഹത്വവൽക്കരിച്ച് നടക്കുമ്പോൾ കർത്താവ് ഇവർ എന്തൊക്കെ ചെയ്യാവുന്നത് ചെയ്തില്ല എന്നതിന്റെ കണക്കാണ് പത്രോസിന്റെ കണക്ക് പുസ്തകത്തിൽ കൂട്ടിവെച്ച് കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മിക്കവർക്കും കുമ്പസാരിക്കാൻ പോലും തിരിച്ചറിവ് ലഭിക്കാതെ പോകുന്ന ഉപേക്ഷാപാപം. ഈ മരണത്തിൽ ഞാനടക്കം ഓരോ ക്രിസ്ത്യാനിക്കും ആത്മീയമായ പങ്കുണ്ട്. ഉപേക്ഷാപാപത്തിന്റെ പങ്ക്, കണ്ടറിഞ്ഞ് സഹായിക്കാനാവാത്ത പങ്ക്. നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ദൈവം ചോദിക്കുന്നു. അവന്റെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും രക്തം മണ്ണിൽ നിന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളിയുടെ സ്വരം നമുക്ക് കേൾക്കാനാവുന്നുണ്ടോ? അതോ കായേനെ പോലെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന് നിരുത്തരവാദപരമായി ദൈവത്തോട് ചോദിക്കുന്നവരോ നാം? ക്രൈസ്തവ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളുടെ കണക്കുകൾ നമ്മൾ നിരത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഉപേക്ഷാപാപങ്ങളുടെ കണക്ക് ദൈവം നിരത്തിയാൽ ഉപേക്ഷാപാപങ്ങളുടെ തട്ടേ ദൈവിക നീതിയുടെ ത്രാസിൽ താണിരിക്കൂ. സംശയമുണ്ടോ ആർക്കെങ്കിലും? യേശു പഠിപ്പിച്ച ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ ധനവാൻ 99 പുണ്യങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നതല്ല അവൻ്റെ നാശത്തിന് കാരണമായത്. ധനവാന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി നിർത്തിയ ഏക വഴിയായ ലാസറിനെ സഹായിച്ചില്ല എന്ന ഒറ്റ ഉപേക്ഷാപാപമാണ് ധനവാനെ നരകത്തിലെത്തിച്ചത്. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് ഉപേക്ഷാപാപങ്ങൾ നാം ഓരോരുത്തരുടെയും ചുറ്റുവട്ടത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതെ, കുമ്പസാരിക്കാൻ പോലും സാധിക്കാതെ തിരിച്ചറിവില്ലാതെ പോകുന്ന ലാസർമാർ നമ്മുടെ പടിവാതിക്കൽ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ കരുണയ്ക്കായി സ്വർഗത്തിൽ പോകാനുള്ള വഴിയായി. അതുമാത്രം കാണാതെ പോകുന്ന ധനികരായി നാം മാറാതിരിക്കട്ടെ. അതെ, ഈ മരണത്തിൽ നമുക്ക് പങ്കുണ്ട്. ആത്മീയമായ ഒരു ബന്ധത്തോടൊപ്പമുള്ള ആത്മീയ പങ്ക്. ഒരവയവം വേദനിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. കാരണം നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ സാമുദായിക ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ പരാജയമാണ് ഇതുപോലുള്ള പല മരണങ്ങളും. ബാബു ജോസഫ്, അടിക്കുറിപ്പ്. ഇനിയുള്ള കാലങ്ങൾ ഒരു വിഭാഗം കടുത്ത ദാരിദ്ര്യത്തിലും മറ്റൊരു വിഭാഗം അതിസമ്പന്നതയിലുമാകും. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കഷ്ടപ്പാടിൽ നിത്യജീവൻ നേടുമ്പോൾ പകുത്തു നൽകി സഹായിക്കുന്നവർ കൂടി നിത്യജീവൻ നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ മാർഗം സ്വീകരിക്കാതെ സ്വാർത്ഥത കുടികൊള്ളുന്നവർ മൂലം ഇതുപോലുള്ള സംഭവങ്ങൾ കൂടുകയുള്ളൂ. ബാബു ജോസ് പങ്കുവെച്ച കുറേയേറെ കാര്യങ്ങൾ ഏറെ ചിന്തിക്കേണ്ടവ തന്നെയാണ്. എങ്കിലും ചില കാര്യങ്ങളോട് വ്യക്തിപരമായി യോജിക്കാൻ കഴിയില്ല. കാരണം ഞാനും ഒരു സീറോ മലബാർ വിശ്വാസിയാണ്. എൻ്റെ ഇടവകയിലെ കുടുംബങ്ങളിലൊക്കെയും കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും ഭവന സന്ദർശനങ്ങളും ഒപ്പം കുടുംബ കൂട്ടായ്മകളും ഒക്കെ നടത്താറുണ്ട്. ഇതൊത്തിരി പേർക്ക് സ്വാന്തനവും കൈത്താങ്ങുമായി മാറാറുണ്ട്. ഇവ കൂടാതെ ജാതിഭേദമന്യേ അനേകം ആളുകളിലേക്ക് ഭവന നിർമ്മാണമായും മറ്റനവധി സഹായങ്ങളായും സഭ കടന്നു ചെല്ലാറുണ്ട്. ഇങ്ങനെ ചുരുക്കം ചില കാര്യങ്ങൾ ഒഴിച്ചാൽ ബാബു ജോസ് എന്ന ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഏറെ ചിന്തിക്കേണ്ടവയാണ്. ഈ അടുത്ത കാലത്ത് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതുപോലെ, യേശു സ്നേഹമാണ് എങ്കിൽ, യേശു കാരുണ്യമാണ് എങ്കിൽ, യേശു ആർദ്രതയാണ് എങ്കിൽ, നിങ്ങളിൽ ഇവയെല്ലാം നിരുപാധികമായി ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ യേശു ഉണ്ട് എന്നാണ്.
അതായത് നിങ്ങളും യേശുവും തമ്മിൽ ഭിന്നതയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതി.